ആർക്കും ഒരിക്കലും തകർക്കാനാകാത്ത ആ ഡയമണ്ട് സെൻറ്ററിൻ്റെ അതീവ സുരക്ഷയെയും ഭേദിച്ചുകൊണ്ട് അവിടം വലിയൊരു കവർച്ച തന്നെ അരങ്ങേറിയിരിക്കുന്നു. ഏറെക്കുറെ $100 മില്യൺ വില മതിക്കുന്ന ഡയമണ്ടുകളും ഗോൾഡും ജ്വല്ലറികളും എല്ലാം തന്നെ അവിടെ നിന്നും മോഷ്ടാക്കൾ കവർന്നെടുത്തിരിക്കുന്നു. പ്രതികളെ പിടികൂടാൻ വേണ്ടി പോലീസുകാർ നെട്ടോട്ടമോടുകയാണ്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി നടക്കാനിറങ്ങിയ ആ വൃദ്ധന് ലഭിച്ച ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കടലാസ് കഷ്ണങ്ങൾ ഇത്രയും വലിയൊരു മോഷണം നടത്തിയ മോഷ്ടാക്കളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പോലീസുകാരെ കൊണ്ടെത്തിക്കുന്നു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഡയമണ്ട് മോഷണത്തിൻ്റെ യഥാർത്ഥ സംഭവകഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വർഷം 2003 ഫെബ്രുവരി മാസം 17 തിങ്കളാഴ്ച രാവിലെ ലോകത്തിൻ്റെ ഡയമണ്ട് ക്യാപിറ്റൽ എന്ന് പോലും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബെൽജിയത്തിലെ ആൻഡ്വേർപ്പിലെ വേൾഡ് ഡയമണ്ട് സെൻറ്ററിനകത്തേക്ക് പ്രവേശിച്ച അവിടുത്തെ ഉദ്യോഗസ്ഥർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ്. ഒരിക്കലും ആരാലും ഭേദിക്കാൻ കഴിയില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്ന വേൾഡ് ഡയമണ്ട് സെൻറ്ററിൻ്റെ സകലമാന സെക്യൂരിറ്റികളെയും മറികടന്നുകൊണ്ട് വലിയൊരു മോഷണം തന്നെ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ വോൾട്ടിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന 190ഓളം വരുന്ന ഡിപ്പോസിറ്റ് ബോക്സുകളിലെ സകലമാന വിലപിടിപ്പുള്ള വസ്തുക്കളും ഡയമണ്ടുകളും ജ്വല്ലറികളും ഗോൾഡുകളും എല്ലാം അടങ്ങുന്ന സകല വസ്തുക്കളും മോഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ സംഭവം അറിഞ്ഞ് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ അവർ ആരംഭിക്കുന്നുണ്ട്. ആദ്യം തന്നെ അവർ എത്തിച്ചേർന്ന ഒരു നിഗമനം ഇതൊരു ഇൻസൈഡർ ജോബാണ് എന്ന കാര്യമായിരുന്നു. അതിലേക്ക് അവർ എത്തിച്ചിട്ടുണ്ടായിരുന്ന സുപ്രധാനമായിട്ടുള്ള കാരണം അത്രയധികം സെക്യൂരിറ്റികളോട് അത്രയധികം സുരക്ഷയോട് കൂടി തന്നെയാണ് ഈ ഒരു ഡയമണ്ട് സെൻറ്റർ പ്രവർത്തിച്ചിരുന്നത് എന്നത് തന്നെയാണ്. സദാസമയവും ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്ത് കനത്ത സുരക്ഷയുണ്ടാകും, സദാസമയവും സെക്യൂരിറ്റികളുണ്ട്. അതിനുമപ്പുറത്തേക്ക് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഫുൾ ടൈം CCTV സർവൈലൻസ് ക്യാമറകൾ ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു സ്ഥാപനത്തിൻ്റെ സെക്കൻഡ് അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് ഇവരുടെ വലിയ വോൾട്ട് വരുന്നത്. ഈ ഒരു വോൾട്ടിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അതിന് ഏറെക്കുറെ 30 സെൻറ്റിമീറ്ററോളം കനം വരുന്ന ഏറെക്കുറെ 3 ടണ്ണോളം ഭാരം വരുന്ന വലിയൊരു വാതിലാണ് ഉണ്ടായിരുന്നത്. അതിന് ഡിജിറ്റൽ പിൻ നമ്പർ വെച്ചിട്ടുള്ള ലോക്കും അതുപോലെ തന്നെ ഒരു കീയും ഉണ്ടായിരുന്നു. മാത്രമല്ല എങ്ങാനും ആരെങ്കിലും ഇത് തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ പ്രത്യേക തരത്തിലുള്ള വൈബ്രേഷൻ സെൻസറുകളെല്ലാം തന്നെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും വലിയ തോതിലുള്ള അലേർട്ടുകൾ പുറപ്പെടുവിക്കുകയും ഇത് ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്ന ഉടനെ തന്നെ അവരെ പിടികൂടാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാത്രമല്ല ഇനി എങ്ങാനും ഒരാൾ ഇതിൻ്റെ സകല സെക്യൂരിറ്റികളെയും ഭേദിച്ചുകൊണ്ട് ഈ വാതിൽ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ അകത്ത് പ്രത്യേക തരത്തിലുള്ള മറ്റു പല സെൻസറുകളും ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേക തരത്തിലുള്ള താപനിലയും മറ്റുമൊക്കെ അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ്, ഹീറ്റ്, മോഷൻ സെൻസറുകളൊക്കെ തന്നെയും അവിടെ സ്ഥാപിച്ച് എല്ലാ വിധത്തിലുള്ള സുരക്ഷകളും അവിടെ അവർ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെല്ലാം മറികടന്നു എന്നിരിക്കട്ടെ, ഇത്തരത്തിൽ ഈ ഒരു വോൾട്ടിനകത്ത് കയറി കഴിഞ്ഞാലും അവിടെ കാണാൻ സാധിക്കുന്നത് ലോക്കിട്ട് വെച്ച രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പോസിറ്റ് ബോക്സുകളാണ്. ആ ഒരു ലോക്ക് കൂടെ തകർത്ത് കഴിഞ്ഞാൽ മാത്രമേ മോഷ്ടാക്കൾക്ക് അതിനകത്തുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെയും കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് അത്രയേറെ സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വേൾഡ് ഡയമണ്ട് സെൻറ്ററിനകത്ത് വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ അവിടുത്തെ വ്യാപാരികളായിട്ടുള്ള ഡയമണ്ട് മെർച്ചൻസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ വ്യാപാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിലപിടിപ്പുള്ള ഡയമണ്ടുകളെല്ലാം തന്നെ നേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്താണ് സൂക്ഷിക്കുന്നത്. കാരണം അത്രയേറെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ടൊന്നും വീട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെക്കാൻ സാധിക്കില്ല. വളരെയേറെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ അവർക്ക് ഇത് സൂക്ഷിക്കാൻ സാധിക്കൂ എന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ഡയമണ്ട് മെർച്ചൻസ് എല്ലാം തന്നെ ഒരുപോലെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള, കൃത്യമായിട്ട് എവിടെയാണ് എന്തെല്ലാം സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് വെച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനകത്ത് കയറി ഇത്തരം ഒരു മോഷണം നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഇവിടെ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ് പോലീസുകാർ ഇത്തരം ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ CCTV ക്യാമറ ഫുട്ടേജുകളും മറ്റുമൊക്കെ തന്നെ പൂർണ്ണമായിട്ടും മോഷണം പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും പോലീസുകാർക്ക് കണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോലീസുകാർ പ്രതികൾക്ക് വേണ്ടിയിട്ട് കാര്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്താൻ ആരംഭിക്കുകയാണ്. മണിക്കൂറുകൾ ഒരുപാട് മുന്നോട്ടേക്ക് പോവുകയാണ്.
തീർത്തും അവിചാരിതമായിട്ടാണ് ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു ബ്രിഡ്ജിന് താഴ്ഭാഗത്ത് നിന്നും ഏതാനും പേപ്പറുകൾ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ ഫോൺ കോൾ പോലീസുകാർക്ക് ലഭിക്കുന്നത്. നടക്കാൻ ഇറങ്ങിയ അയാൾക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയ ആ കടലാസ് കഷ്ണങ്ങൾ അല്ലെങ്കിൽ ആ ബാഗേജുകളിൽ ഉണ്ടായിരുന്ന കടലാസിൽ അയാൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുകയാണ്. ANWP വേൾഡ് ഡയമണ്ട് സെൻറ്റർ എന്നൊരു പേര് ആ പേപ്പറുകളിലൊക്കെ തന്നെയും അയാൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ രാവിലെ ഡയമണ്ട് സെൻറ്ററിൽ വലിയൊരു മോഷണം നടന്നു എന്ന് അയാളോട് ഭാര്യ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അയാൾ ഓർത്തെടുക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാരെ ആ വൃദ്ധൻ വിവരം അറിയിക്കുന്നത്. പോലീസുകാർ വന്ന് ആ ഉപേക്ഷിക്കപ്പെട്ട ഫയലുകൾ, ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നും ഒരു ഡയമണ്ട് മെർച്ചൻറ്റിൻ്റെ ഫേക്ക് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് കിട്ടുകയാണ്. ആൻഡോപ്പ് ഡയമണ്ട് സെൻറ്ററിൽ നടന്ന ഏറെക്കുറെ $100 മില്യൺ വിലമതിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ട ആ ഒരു മോഷണത്തിന് പുറകിൽ പ്രവർത്തിച്ചിരുന്ന തലച്ചോറ് ലിയനാർഡോ നോട്ടർബാർട്ടലോ എന്ന വ്യക്തിയുടെ ആയിരുന്നു. അയാൾ ചെറിയ പ്രായം മുതൽക്കേ തന്നെ മോഷണങ്ങൾ ആരംഭിച്ചിരുന്നു. ഏറെക്കുറെ 6-ാമത്തെ വയസ്സിലാണ് അയാൾ ആദ്യത്തെ മോഷണം തുടങ്ങുന്നത്. വർഷം മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രായം കൂടി വരുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള മോഷണങ്ങളിലേക്ക് അയാൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പതിയെ അയാളുടെ മോഷണങ്ങളുടെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം 2000-ൽ ബെൽജിയത്തിലെ ആൻഡ്വേർപ്പിലെ ഡയമണ്ട് സെൻറ്ററിലേക്കും അയാൾ എത്തിച്ചേരുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്ക് ധാരണയുണ്ടായിരുന്നു. ആദ്യം തന്നെ അയാൾ ചെയ്തൊരു കാര്യം ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക, അതിനകത്തുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളെ കൃത്യമായിട്ട് വീക്ഷിച്ച് അവ എന്തെല്ലാമാണ്, എങ്ങനെ അതിനെ ബൈപ്പാസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം എന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയായിരുന്നു. അതിനുവേണ്ടി ആദ്യം തന്നെ അയാൾ ചെയ്തൊരു കാര്യം ഒരു ഡയമണ്ട് വ്യാപാരി എന്നോണം വേഷം ധരിച്ചുകൊണ്ട് നേരെ ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്തേക്ക് കയറി ചെല്ലുകയും അവിടെ ഒരു അക്കൗണ്ടൊക്കെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഒരു ഡിപ്പോസിറ്റ് ബോക്സ് റെൻറ്റിനൂടെ അയാൾ എടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്തതോട് കൂടിയിട്ട് ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്തേക്ക് കയറാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് കാർഡ് ലിയനാർഡോയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിപ്പോസിറ്റ് ബോക്സുകളൊക്കെ തന്നെയും സൂക്ഷിച്ചു വെക്കുന്നത് ഈ ഒരു ഡയമണ്ട് സെൻറ്ററിൻ്റെ താഴ്ഭാഗത്തുള്ള വോൾട്ടിലാണ്. ലിയനാർഡോ ഒരു ഡിപ്പോസിറ്റ് ബോക്സ് കൂടെ സ്വന്തമാക്കിയ സ്ഥിതിക്ക് അയാൾക്ക് ഈ ഒരു വോൾട്ടിനകത്തേക്ക് കൂടെ എൻട്രി ലഭിക്കുകയാണ്. അതിനകത്തേക്ക് പോലും കയറി ചെന്നുകൊണ്ട് അയാളുടെ വസ്തുക്കൾ അവിടെ വെച്ച് തിരിച്ചു വരാനുള്ള അനുമതികൾ ലഭ്യമാകുകയാണ്. ഇതോടുകൂടി തന്നെ അയാൾ ചെയ്യാൻ തുടങ്ങിയൊരു കാര്യമുണ്ട്. അയാളുടെ വസ്ത്രത്തിലായിട്ട് ചെറിയൊരു ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്തേക്ക് അയാൾ കയറി ചെല്ലുകയും അതിൻ്റെ ഓരോ മുക്കും മൂലയും കൃത്യമായിട്ട് വീക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും അയാൾ പകർത്തിയെടുക്കുകയും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അവിടെയൊക്കെ തന്നെയും ഏതൊക്കെ തരത്തിലുള്ള സെൻസറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എവിടെയൊക്കെയാണ് അത്തരത്തിലുള്ള സെൻസറുകളുള്ളത്, ക്യാമറകളുള്ളത്, അതിനെ എങ്ങനെ മറികടക്കാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അയാൾക്ക് ആവശ്യമായിട്ടുള്ള സകലമാന ഡാറ്റകളും അയാൾ കൃത്യമായ നിലയിൽ തന്നെ ക്രോഡീകരിക്കാൻ ആരംഭിക്കുകയാണ്. മാത്രവുമല്ല രാവിലെ ഈ ഒരു സ്ഥാപനത്തിലെ അധികൃതർ എത്തുന്നതിന് മുൻപേ തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് രാവിലെ എങ്ങനെയാണ് ഇവർ ഈ ഒരു സ്ഥാപനം തുറക്കുന്നത് എന്ന കാര്യങ്ങൾ പോലും നോക്കി മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ അയാൾ നടത്താൻ ആരംഭിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ലിയനാർഡോ പറഞ്ഞിരുന്നത് എൻ്റെ ബോക്സ് പെട്ടെന്ന് എനിക്ക് വേണം, ഡിപ്പോസിറ്റ് ബോക്സ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് എടുക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരത്തെ എത്തിയത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ആ ഒരു ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്ന് പോലും അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി തന്നെ അയാൾ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ആ ഒരു വലിയ വോൾട്ടിൻ്റെ വാതിൽ തുറക്കാൻ ഡിജിറ്റൽ പിന്നിന് പുറമെ അതിൻ്റേതായിട്ടുള്ള ഒരു കീ കൂടെ ആവശ്യമാണ് എന്ന കാര്യത്തെക്കുറിച്ച് ലിയനാർഡോക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈ ചാവി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത്തരം ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ അതിലുള്ള വസ്തുക്കളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് തനിക്കൊരു ക്രൂ വേണമെന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്ക് മുൻപേ തന്നെ അറിയായിരുന്നു. അതിനുവേണ്ടി തൻ്റെ നാട്ടിലേക്ക് ഇറ്റലിയിലെ ടൂറിനിലേക്ക് അയാൾ പോവുകയും അവിടെ നിന്നും ഒരു പറ്റം ആളുകളെ അയാൾ നേരെ ബെൽജിയത്തിലേക്ക് ആൻഡോപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഈ ആളുകൾക്കൊക്കെ തന്നെയും ഒരു കോഡ് നെയിം ആയിരുന്നു ലിയനാർഡോ നൽകിയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് ഈ റോബറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് ലിയനാർഡോ ഇവർക്കൊക്കെ തന്നെയും പറഞ്ഞ് പഠിപ്പിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മണി ഹേസ്റ്റുമായിട്ടൊക്കെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്യതകൾ തോന്നാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്രൂവിൽ ഉണ്ടായിരുന്നത് ഒന്ന് മോൺസ്റ്റർ എന്ന് ഇയാൾ വിളിച്ചിരുന്ന ഫെർഡിനൻഡോ ഫിനോട്ടോ എന്ന വ്യക്തിയാണ്.
അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ദ കിങ് ഓഫ് കീ എന്ന പേരിൽ ഇയാൾ വിളിച്ചിരുന്ന ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനാണ്. ഇയാളാണ് ഈ ഒരു വോൾട്ട് തുറക്കാൻ ആവശ്യമായിട്ടുള്ള ചാവികളൊക്കെ തന്നെയും നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പെട്രോ എന്ന പേരുള്ള മറ്റൊരു വ്യക്തിയുണ്ട്. അതുപോലെ ജീനിയസ് എന്ന് ലിയനാർഡോ വിളിച്ചിരുന്ന എലിയോ ഡി ഒണോറിയോ എന്ന വ്യക്തിയുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു മോഷണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇനി ലിയനാർഡോക്ക് ആവശ്യമുണ്ടായിരുന്നത് ഈ ഒരു ഡയമണ്ട് സെൻറ്ററിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരുന്നു. എങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനകത്തേക്ക് കയറിക്കൂടാം, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് എങ്ങനെ അത് ചെയ്യാമെന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതായിരുന്നു അതിന് പുറകിൽ അയാളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ള ബിൽഡറുടെ അടുത്തേക്ക് ലിയനാർഡോ പോവുകയും അയാളെ അതിവിദഗ്ധമായ രീതിയിൽ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ഓഫീസിൻ്റെ എക്സ്പാൻഷനൊക്കെ തന്നെ നടത്താനുണ്ട് എന്ന പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് കരസ്ഥമാക്കുകയും അത് കൃത്യമായി പഠിച്ചുകൊണ്ട് ഏത് വഴിയിലൂടെ ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്തേക്ക് കയറിക്കൂടാമെന്ന കാര്യത്തെക്കുറിച്ച് അയാൾ നിരീക്ഷിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു ഡയമണ്ട് സെൻറ്ററിൻ്റെ ഗ്യാരേജിലൂടെ വലിയ സുരക്ഷകളൊന്നുമില്ലാത്ത ആ വഴിയിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനകത്തേക്ക് കയറിക്കൂടാമെന്നൊരു കാര്യത്തെക്കുറിച്ച് ഇയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടുള്ള നാളുകളിലും നിരന്തരമായിട്ട് തന്നെ ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്തേക്ക് ലിയനാർഡോ കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സൗഹൃദം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും സർവൈലൻസ് റൂമിലേക്ക് പോലും കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ ആ ബന്ധം വളർന്നു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ അയാൾക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പകൽ സമയങ്ങളിൽ മാത്രമേ ഈ സർവൈലൻസ് ക്യാമറകളൊക്കെ തന്നെയും കൃത്യമായ നിലയിൽ അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുള്ളൂ. രാത്രി കാലങ്ങളിലൊന്നും തന്നെ അവരത്ര കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഇത്ര അധികം സുരക്ഷകൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രവൃത്തി അവർ ചെയ്യാതിരിക്കുന്നത്. ഏറെക്കുറെ ഈ ഒരു റോബറിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അവർ നീങ്ങുകയാണ്. 2000 ആരംഭിച്ച ഈ പ്രവൃത്തികളൊക്കെ തന്നെയും അപ്പോഴേക്ക് വർഷങ്ങൾക്കിപ്പുറം 2003 എത്തിയിട്ടുണ്ടായിരുന്നു. ഈ റോബറി പ്ലാൻ ചെയ്തതിൻ്റെ 5 ദിവസം മുമ്പേ ആയിട്ട് ലിയനാർഡോയുടെ കാർഡ് എടുത്തുകൊണ്ട് ജീനിയസ് എന്ന് വിളിപ്പേര് നൽകിയിട്ടുള്ള വ്യക്തി ഒരു വർക്കറുടെ വേഷം ധരിച്ചുകൊണ്ട് നേരെ ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്തേക്ക് കയറി ചെല്ലുകയും അതിൻ്റെ വോൾട്ടിലേക്ക് നേരെ പോവുകയും അതിൻ്റെ ഡോറിന് മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ക്യാമറ ഫിറ്റ് ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യുകയാണ്. ഈ ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ വന്ന് പിൻ നമ്പർ എൻ്റർ ചെയ്യുന്ന അവസരത്തിൽ അത് എത്രയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഏത് തരത്തിലുള്ള ചാവി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു ഡോർ തുറക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കാര്യം അവർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഫൂട്ടേജിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കിങ് ഓഫ് കീസ് എന്നിവർ വിളിച്ചിരുന്ന ആ വ്യക്തി ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ തയ്യാറാക്കുകയും അതോടൊപ്പം തന്നെ ആ ക്യാമറ ഫൂട്ടേജിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഡോറിൻ്റെ പിൻ നമ്പർ എത്രയാണെന്ന് കൃത്യമായിട്ട് ഇവർ കണ്ടെത്തുക കൂടി ചെയ്യുകയാണ്. ഇനി ഈ ഒരു ഡയമണ്ട് സെൻറ്ററിനകത്തേക്ക് കയറുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് ആയിട്ടുള്ളത്. അതിന് ഗ്യാരേജ് വഴി കയറാം. പക്ഷേ ആ ഗ്യാരേജിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രത്യേക തരത്തിലുള്ള ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈസ് വെച്ചിട്ടാണ്. ജീനിയസ് എന്ന വ്യക്തി കൃത്യമായി തന്നെ ആ ഫ്രീക്വൻസി ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ഈ ഒരു ഡയമണ്ട് സെൻറ്ററിൻ്റെ ഗ്യാരേജിൻ്റെ വാതിലുകൾ ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ റെഡിയാക്കുക കൂടി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വോൾട്ടിനും അതിൻ്റെ ഡോറിനും അതിനകത്തുമുള്ള സകലമാന സെൻസറുകളുടെയും അതുപോലുള്ള സെൻസറുകളെല്ലാം തന്നെ ഘടിപ്പിച്ചുകൊണ്ട് അതെല്ലാം തന്നെ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഡെമോ ടെസ്റ്റ് കൂടെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം വിജയകരമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 2003 ഫെബ്രുവരി മാസം 15 ശനിയാഴ്ച തങ്ങളുടെ റോബറിക്ക് വേണ്ടി സമയം തിരഞ്ഞെടുക്കാമെന്ന കാര്യത്തിലേക്ക് അവരെല്ലാവരും ഒരുപോലെ എത്തിച്ചേരുകയാണ്. അതിൻ്റെ തലേ ദിവസം ഫെബ്രുവരി 14 ലിയനാർഡോ ഈ ഒരു വോൾട്ടിലേക്ക് കയറി ചെല്ലുകയും അതിനകത്തുള്ള സെൻസറുകളെ ഹെയർ സെറ്റിംഗ് സ്പ്രേ പോലുള്ള ഏതോ ഒരു സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ തന്നെ കവർ ചെയ്യുകയും അതിന് മുകൾ ഭാഗത്തായിട്ട് ഓരോ കാർഡ്ബോർഡ് ബോക്സുകൾ വെച്ച് അതിനെ കവർ ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സജ്ജമാക്കിയത് ശേഷമാണ് ഫെബ്രുവരി 15 രാത്രിയോട് കൂടിയിട്ട് ഇവർ മോഷണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. കാറും എടുത്തുകൊണ്ടാണ് ഇവരുടെ യാത്ര. പെട്രോയാണ് ഈ ഒരു സമയങ്ങളിൽ കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ നേരെ ഈ ഒരു ഡയമണ്ട് സെൻറ്ററിൻ്റെ ഗ്യാരേജിന് മുൻഭാഗത്തേക്ക് എത്തി നിൽക്കുന്നു. ആ ഒരു അവസരത്തിൽ ജീനിയസ് മുൻപേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് ഗ്യാരേജിൻ്റെ വാതിൽ തുറക്കുകയും ജീനിയസും മോൺസ്റ്ററും കിങ് ഓഫ് കീയും കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നേരെ ആ ഒരു
വേൾഡ് ഡയമണ്ട് സെൻറ്ററിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ലിയനാർഡോ ഓൾറെഡി അവിടെ നിന്നുള്ള ഫൂട്ടേജുകളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്തെല്ലാം തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇവർക്കെല്ലാം ധാരണ ഉണ്ടായിരുന്നു എന്ന കാര്യം കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും ക്യാമറകളെയും ഒക്കെ മറികടന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ വോൾട്ടിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അവിടെയുള്ള ക്യാമറകളൊക്കെ തന്നെയും കവർ ചെയ്തതിന് ശേഷം മുമ്പേ വെച്ചിരുന്ന ക്യാമറയിൽ നിന്നും ലഭിച്ച ഫൂട്ടേജിൽ നിന്നും മനസ്സിലാക്കിയ ആ ഒരു വാതിലിൻ്റെ പിൻ നമ്പർ അവർ എൻ്റർ ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ കീ ഇട്ട് തുറക്കാൻ ആവശ്യമായിട്ടുള്ള കീ സ്ലോട്ട് ഓപ്പൺ ആയിട്ട് വരികയാണ്. ഏത് പൂട്ടും തുറക്കാൻ ആവശ്യമായിട്ടുള്ള താക്കോലുകൾ നിർമ്മിക്കുന്ന കിങ് ഓഫ് കീസ് എന്ന മനുഷ്യൻ ഈ ഒരു വാതിലിന് വേണ്ടിയും പ്രത്യേക തരത്തിലുള്ള ചാവി രൂപകൽപ്പന ചെയ്തിരുന്നു. പക്ഷേ എത്രയൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് തുറക്കാൻ ശ്രമിച്ചിട്ട് പോലും ആ ഒരു വാതിലിനെ തുറക്കാൻ അവർക്ക് കഴിയാതെ പോവുകയാണ്. ഈ ഒരു അവസരത്തിലാണ് അവർ മറ്റൊരു കാര്യം ഓർത്തെടുക്കുന്നത്. അവർക്ക് ഈ ഒരു റൂമിനകത്ത് നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഫൂട്ടേജിൽ അവിടുന്ന് എവിടുന്നോ തന്നെയാണ് ഈ ഒരു ഡോർ തുറക്കാൻ ആവശ്യമായിട്ടുള്ള കീ അധികൃതർ എടുത്തു കൊണ്ടുവന്നിരുന്നത്. ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു പരിശോധന ആ ഒരു ഭാഗത്തൊക്കെ തന്നെ നടത്തുകയാണ്. കുറച്ച് സമയത്തെ പരിശോധനകൾക്കുള്ളിൽ തന്നെ ആ ഒരു വോൾട്ടിൻ്റെ ഡോർ തുറക്കാൻ ആവശ്യമായിട്ടുള്ള കീ അവർക്ക് അവിടെ നിന്ന് തന്നെ ലഭ്യമാവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർ ആ ഒരു വാതിൽ തുറക്കുന്നുണ്ട്. വിജയകരമായ രീതിയിൽ തന്നെ ആ ഒരു വോൾട്ടിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയാണ്. അതിനുശേഷം എല്ലാ ലൈറ്റുകളും അവർ ഓഫ് ചെയ്യുകയും നൈറ്റ് വിഷൻ ഗ്ലാസ്സുകൾ അവർ ധരിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു വോൾട്ടിനകത്ത് ലൈറ്റ് ഡിറ്റക്ഷൻ സെൻസറുകളും മറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഓൾറെഡി സ്പ്രേ വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടെയും ഇതൊക്കെ വെച്ചിട്ട് ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വോൾട്ടിനകത്തേക്ക് ഇവർ കയറിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തേക്ക് കയറിയതിന് ശേഷം ഈ സെൻസറുകളെല്ലാം തന്നെ ഇവർ നിർവീര്യമാക്കുകയും പ്രത്യേക തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് വെച്ചിട്ടുള്ള ഡിപ്പോസിറ്റ് ബോക്സുകൾ ഓരോന്നായിട്ട് ബ്രേക്ക് ചെയ്യുകയും അതിനകത്തുണ്ടായിരുന്ന വിലപിടിപ്പുള്ള മില്യൺ കണക്കിന് വില വരുന്ന ഡയമണ്ട് ഗോൾഡും ഒക്കെ തന്നെ ഇവർ കരസ്ഥമാക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അത്തരത്തിൽ ഏറെക്കുറെ 100 മുതൽ 190ഓളം വരുന്ന ബോക്സുകൾ ഇവർ അന്നേ ദിവസം രാത്രിയിൽ ബ്രേക്ക് ചെയ്യുകയും അതിനകത്തുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സകലമാന വസ്തുക്കളും എടുക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ ഇവർ കൊണ്ടുവന്നിരുന്ന ബാഗുകളെല്ലാം നിറഞ്ഞ അവസരത്തിലാണ് ഇവർ ഈ ഒരു മോഷണം അവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും ഈ ഒരു വോൾട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ നേരെ ഇറങ്ങിച്ചെന്ന് ഗ്യാരേജിലേക്ക് എത്തുമ്പോൾ പെട്രോ അവരെയും കാത്തുകൊണ്ട് എല്ലാവിധത്തിലും കാറിനെ സജ്ജമാക്കിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിഗംഭീരമായ രീതിയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു മോഷണം നടത്തി ഏറെക്കുറെ $100 മില്യൺ വില വരുന്ന വസ്തുക്കളുമായിട്ട് ആ സംഘം അവിടെ നിന്നും യാത്രയാവുകയാണ്. മോഷണത്തിന് ശേഷം ആ 4 സംഘം നേരെ പോയത് ലിയനാർഡോയുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അവിടെ ചെന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ആ മോഷണ മുതലിനെ അവർ വിഹിതം വെക്കുകയും ഇറ്റലിയിലേക്ക് ഓരോരുത്തരായിട്ട് യാത്രയാവുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസം ലിയനാർഡോയും അതുപോലെ തന്നെ പെട്രോയും കൂടെ ഈ ഒരു മോഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സകലമാന ഡോക്യുമെൻസും കൊണ്ടുചെന്ന് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. വിജനമായിട്ടുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് ഏറെ ദൂരം അവർ സഞ്ചരിക്കുകയും ഏറ്റവും ഒടുവിൽ ഒരു ബ്രിഡ്ജിന് സമീപത്തായിട്ട് അവർ തങ്ങളുടെ വാഹനം നിർത്തുകയും ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ പെട്രോയോട് ലിയനാർഡോ പറയുന്നത്, ഞാൻ ഇവിടെ മൊത്തം ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ, നല്ലൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇത് ഉപേക്ഷിക്കാമെന്നൊരു കാര്യമായിരുന്നു. എന്നാൽ പെട്രോ ഇതൊന്നും പൂർണ്ണമായിട്ടും ചെവി കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അയാൾ ഓൾറെഡി ചെറിയ രീതിയിൽ ഭയന്ന് വിറച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും ലിയനാർഡോ ഒരു സ്ഥലം അന്വേഷിച്ചിറങ്ങിയപ്പോഴേക്ക് തന്നെ ഇതിലുണ്ടായിരുന്ന ഈ ഡോക്യുമെൻറ്റ്സും മറ്റുമൊക്കെ ഈ ഒരു ബ്രിഡ്ജിന് മുകളിൽ നിന്നും നേരെ ഇയാൾ താഴ്ഭാഗത്തേക്ക് വലിച്ചെറിയാൻ ആരംഭിക്കുകയാണ്. ലിയനാർഡോ വന്ന് ചോദിച്ച അവസരത്തിൽ പെട്രോ പറഞ്ഞത്, ഇതൊരിക്കലും ആരും കണ്ടെടുക്കാനൊന്നും പോകുന്നില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒഴിവാക്കിയതെന്നൊരു കാര്യമായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും ഒരു വിധത്തിൽ ലിയനാർഡോയെ പറഞ്ഞ് സമ്മതിപ്പിച്ചതിന് ശേഷം രണ്ടുപേരും അവിടെ നിന്നും കാറെടുത്ത് യാത്രയാവുകയാണ്. എന്നാൽ ഇതേ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് അവർക്ക് വലിയ രീതിയിൽ തന്നെ വിനയായി മാറിയത്. നടക്കാനിറങ്ങിയ ആ വൃദ്ധൻ ആ ഒരു ഡോക്യുമെൻറ്റ്സ് കണ്ടെത്തുകയും അതിലുള്ള പേരുകൾ കണ്ടതോടുകൂടിയിട്ട് പോലീസുകാരെ വിവരം അറിയിക്കുകയും ചെയ്തതോടെ പോലീസ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും വിശദമായ നിലയിൽ ആ സമീപ പ്രദേശം മുഴുവനും അരിച്ചു പെറുക്കുകയും ഇവർ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന സകലമാന ഡോക്യുമെൻറ്റ്സും കണ്ടെടുക്കാൻ പോലീസുകാർക്ക് സാധ്യമാവുകയും ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ചെറിയ ചില സ്റ്റോൺസ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ജീനിയസിൻ്റെ പേരിലുള്ള ഒരു ബിസിനസ് കാർഡ് ലഭിക്കുന്നുണ്ട്. ലിയനാർഡോയുടെ ഒരു വർക്ക് പെർമിറ്റ് ഇവർക്ക് ലഭ്യമാകുന്നുണ്ട്.
ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പോലീസുകാർ അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ലിയനാർഡോ എന്ന ഡയമണ്ട് വ്യാപാരി കഴിഞ്ഞ 3 വർഷത്തിലായിട്ട് യാതൊരു വിധത്തിലുള്ള കച്ചവടങ്ങളും നടത്തിയിട്ടില്ല, ട്രാൻസാക്ഷനുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസുകാരുടെ കൃത്യമായ തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ലിയനാർഡോയെയും സംഘത്തെയും പോലീസുകാർക്ക് പിടികൂടാനും സാധിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെയാണ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളേവരെയും ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് ഏറെക്കുറെ $100 മില്യൺ വിലമതിപ്പുള്ള വസ്തുക്കളാണ് മോഷണം പോയിട്ടുള്ളത്. എന്നാൽ ഇന്നേ വരെ അത് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മളേവരെയും അതിശയിപ്പിക്കുന്ന ആ ഒരു വസ്തുത. ലിയനാർഡോയുടെ വീട്ടിലും മറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന തിരച്ചിലിൽ നിന്നും അയാളുടെ ലോക്കറിൽ നിന്നും ഏതാനും ഡയമണ്ട്സും മറ്റൊക്കെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം ഈ ഒരു ഡയമണ്ട് സെൻറ്ററിൽ നിന്ന് മോഷണം പോയിട്ടുള്ളത് തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും മില്യൺ കണക്കിന് രൂപ വില വരുന്ന മറ്റുള്ള വസ്തുക്കളൊന്നും തന്നെ പോലീസുകാർക്ക് ഇന്നേ വരെ 22 വർഷങ്ങൾക്ക് ഇപ്പുറം പോലും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ലിയനാർഡോയ്ക്ക് ഏറെക്കുറെ 5 വർഷക്കാലം തടവും ബാക്കിയുള്ളവർക്ക് ഏറെക്കുറെ 5 മുതൽ 10 വർഷക്കാലം തടവുമൊക്കെ കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവരൊക്കെ തന്നെയും പുറത്തിറങ്ങിയിട്ടുണ്ടാകുമെന്ന് ചുരുക്കം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.